അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? മാഷാ അല്ലാ, അൽഹംദുലില്ലാ നമ്മളിവിടെ അടിപൊളിയായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എപ്പോഴും ഞാൻ വീഡിയോസ് എടുത്തിട്ട് പിന്നെ അതിന് വോയിസ് ഓവർ കൊടുക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ ഒരു വെറൈറ്റി എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലേ. അപ്പോൾ എനിക്കും വീഡിയോ എടുത്തു പിന്നെ എഡിറ്റിങ്ങിലും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഈ ഒരു മെത്തേഡായിരിക്കുമല്ലോ. അപ്പം പിന്നെ ഒരു വോയിസ് ഓവർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ കിച്ചണിലാണ് കേട്ടോ അപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതാ ചോറ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇന്നത്തേക്കൊരു സിമ്പിൾ ലഞ്ചായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മീൻകറി എന്തെങ്കിലും ഒരു ഉപ്പേരി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫുൾ വീഡിയോ കാണാം. അങ്ങനെ ഇതാ രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ വ്ളോഗ് കാണുമ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് ജസ്റ്റ് കമൻ്റ് ആക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചോറിന് അരിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഇങ്ങനെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ റേഷനരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്യാസ് അടുപ്പിൽ തന്നെയാണ് വെക്കുക. 1-2 തിളയൊക്കെ തിളച്ചതിന് ശേഷം റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ബാക്കി നമ്മൾ കറികൾ ഉണ്ടാക്കുകയും ബാക്കി കിച്ചണിലെ പണികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു ചോറ് കുക്കായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ഇത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാനായിട്ടുണ്ട്. എനിക്ക് സത്യത്തിൽ നമ്മുടെ റൈസ് കുക്കറിൽ വെച്ചിട്ടുള്ള ചോറ് കഴിക്കാൻ അത്ര ഇഷ്ടമല്ല കേട്ടോ. കാരണം നമ്മൾ അടുപ്പത്ത് കുക്ക് ചെയ്തിട്ടുള്ള ചോറും നമ്മുടെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുള്ള ചോറും നല്ല വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഇഷ്ടം മറ്റേത് തന്നെയാണ് കേട്ടോ. ഇനി ഇതാ മീൻകറി വെക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ രാത്രി വൗക്ക് കൊണ്ടുവന്നതാണ്. നമ്മുടെ സിൽക്കി കോര എന്നൊക്കെ പറയില്ലേ, തോല് പൊളിക്കുന്ന അതാണ്. അപ്പം തോല് പൊളിച്ച് അതുപോലെ കട്ട് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ വൗക്ക് എന്ത് മീനും കൊണ്ടുവരിക. ബീഫാണെങ്കിലും ആൾ കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവരിക. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള പണികളൊന്നും കാര്യമായിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസും കൂടി ഒന്ന് കട്ടാക്കി വെക്കണം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഐസൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ശരിക്കും ഞാൻ ഇന്ന് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തപ്പം ഫുള്ള് നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കണം എന്നാണ് കേട്ടോ വിചാരിച്ചത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. പക്ഷേ ഇന്ന് മോളിൻ്റെ അനിയത്തിൻ്റെ മോനും കൂടെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മുടെ യാനും തനും എൻ്റെ കയ്യിലല്ല. അത്രത്തോളം സൗണ്ടാണ് കേട്ടോ വീട്ടിൽ. ശരിക്കും പുര വിളിച്ച് പന്തലിടുക എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനും എല്ലാ സൗണ്ടും മ്യൂട്ടാക്കിയിട്ട് പിന്നെ ഇരുന്നിട്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇതാ നമ്മുടെ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് കട്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ നട്ടിട്ടുള്ള നമ്മുടെ സ്വന്തം തക്കാളിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ ഇങ്ങനെ ബോക്സിൽ വെച്ചിട്ട് ഇങ്ങനെ കേട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 3 തക്കാളിയൊക്കെ കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ രാവിലത്തെ ചായയോടെയൊക്കെ കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഡ്രൈ ആവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷമാണ് ഞാൻ ഉച്ചക്കത്തെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുള്ളത്. ഇനി ഇതാ ഞാൻ മീൻകറി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മക്കളെല്ലാവരും 3 ആളുള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും കാര്യമായിട്ട് മുളകൊന്നും ഇടുന്നില്ല. തേങ്ങ അരച്ചിട്ടുള്ള ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഷെയർ ആക്കുന്നത്. അപ്പോൾ ഇതാ മൺചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2-3 വർഷമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഒരിക്കൽ പോലും വീഡിയോസ് അപ്ലോഡ് ആക്കാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവും. ചെറിയ മക്കളാകുമ്പോൾ അസുഖവും കാര്യങ്ങളും പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ആകുമ്പം എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തു പോകാനുള്ള ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോസ് കണ്ടിന്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണോ എൻ്റെ കാര്യങ്ങൾ, എൻ്റെയും മക്കളുടെയും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള എന്ത് അഭിപ്രായമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെ കമൻറ്റ് വായിക്കുമ്പോഴും ശരിക്കും നല്ലൊരു ഹാപ്പിനെസ്സാണ് കേട്ടോ കിട്ടുക. അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കാവുന്നവരെ ഒന്ന് ഞാൻ മൂടി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഇതാ നമ്മുടെ മീൻ കറിയിലേക്ക് വേണ്ട തേങ്ങ ചിരകി എടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ടൈം കിട്ടുന്ന സമയത്താണെങ്കിൽ ഞാൻ തേങ്ങ ചിരകിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്ത് വെക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം ചെയ്യാൻ ശ്രമിക്കലുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒട്ടും ഒന്നിനും സമയം കിട്ടുന്നില്ല കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. കാരണം തനുമോളെ ആ ഒരു വാശിയും കുറുമ്പൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ചോറ് കുക്കായിട്ടുണ്ട് കേട്ടോ. കുക്കായി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കുറച്ചധികം തന്നെ വെന്തുപോയി. റേഷനരിയാണ്, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ കറി വെക്കുന്നതിൻ്റെ ഇടയിൽ.
അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഫുള്ള് വറ്റി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം പച്ചവെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് മാക്സിമം റെഡിയാക്കി എടുക്കാൻ നോക്കിയിട്ടുണ്ട്. എന്നാലും കുറച്ചധികം വെന്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സാധാരണ ചോറ് നല്ല വെന്ത് പോയിട്ടുണ്ടെങ്കിൽ തീരെ ഇഷ്ടമല്ല. എനിക്ക് ഒന്നൊന്നിനോട് ഒട്ടാത്ത ചോറില്ലേ, ആ രീതിയിലാട്ടോ എനിക്കിഷ്ടം. അപ്പോൾ മാക്സിമം വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് ഞാൻ റെഡിയാക്കി എടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ ഈ ചോറ് വാർക്കുക എന്ന് പറയുന്ന ഈ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. എന്താ പറയുക, മേത്തേക്ക് തെറിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട് എല്ലാം പഠിക്കുമല്ലോ. അപ്പോൾ മാക്സിമം ചോറിൽ വെള്ളം ഒഴിച്ചാൽ ചോറിൻ്റെ ചൂടൊക്കെ കളഞ്ഞ് വെള്ളം വാഷ് ബേസിക്കൊക്കെ കളഞ്ഞ് ഇതേപോലെ വാർക്കാൻ പഠിച്ചു കേട്ടോ. ഇപ്പോൾ ഈ സമയം കൊണ്ട് ഇതാ നമ്മുടെ മീൻകറിയിലെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ അധികം എരിവ് ഇടുന്നില്ല. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നമ്മളെ മുളക് പൊടിയും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മീൻകറി ഇവിടെ കുക്കാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ക്യാബേജ് ഉപ്പേരിയും കൂടി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഇനി കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാനുണ്ട്. കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകിയെടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഈ ഒരു സമയത്ത് ഞാൻ ചെയ്യാണ്. അപ്പോൾ നമ്മൾ അതാത് സമയങ്ങളിൽ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ പണികൾ പെട്ടെന്ന് തീരും. നമ്മൾ ഒന്നിച്ച് കഴുകാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയമൊക്കെ അകത്ത് നല്ല അടിപിടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഞാനും ഇസും നല്ല കളിയും അതുപോലെ തന്നെ അടിയും പിടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് അകത്ത് പോയി നോക്കിയിട്ട് വരാമെന്ന് കരുതി ഞാൻ അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ തനു എൻ്റെ കൂടെ കൂടിട്ടോ. അതുകൊണ്ട് മാക്സിമം അവരെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ പോവാതിരുന്നാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ രാവിലെ നമ്മുടെ അകത്തെ എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് കേട്ടോ കിച്ചണിലോട്ട് ചോറിന് വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ മൂന്നാളും ബെഡ്റൂമിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട്. കുറേ ബുക്കൊക്കെ കീറിയിട്ടിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ടോയ്സ് ഉണ്ട്. എല്ലാ വണ്ടികളും നിരത്തി ഇതേപോലെ വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവരെ കൊണ്ട് ഇതൊക്കെ തന്നെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു സൂത്രം കാണിച്ചു തരാം. നമ്മുടെ സോഫ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് കേട്ടോ അവസ്ഥ. പിന്നെ എല്ലാ ബെഡ്റൂമും ഏകദേശം ഇതേ രീതിയിൽ തന്നെ അലമ്പാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊന്നും പറയാനോ പിടിക്കാനൊന്നും ഇപ്പോൾ നിൽക്കില്ല. കാരണം വെക്കേഷൻ ടൈമാണ്. പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ചൂടാണ്. പുറത്തോട്ട് ഇപ്പോൾ നമുക്ക് മക്കളെ വിട്ട് ഇങ്ങനെ കളിപ്പിക്കാനും പറ്റില്ല. ഒരു എന്താ പറയുക, ഒരു സേഫും അല്ലേ ഇവിടെ. അതുകൊണ്ട് പുറത്തൊന്നും ആരും പോവില്ല കേട്ടോ. അകത്ത് തന്നെ ഇവിടെ കുത്തിമറയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഒന്നും പറയലില്ല. അപ്പോൾ ഇതാ നമ്മുടെ മീനൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ കിച്ചണിൽ വന്നപ്പോഴേക്കും നമ്മുടെ മീൻകറിയൊക്കെ നല്ല അടിപൊളി സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചോറിൻ്റെ കൂടെ എപ്പോഴും മുളക് കറി ഇട്ട മീൻകറി തന്നെയാണ് കൂടുതൽ ഇഷ്ടം. എന്നാലും വല്ലപ്പോഴും ഇതേപോലെ തേങ്ങ അരച്ചിട്ടുള്ള മീൻകറിയും എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മീൻകറി ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. സിമ്പിളാണ്. അപ്പോൾ ഇതേ രീതിയിൽ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ യാനൂനും ഇസൂനും ചോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേരും വാരി കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാബേജ് ഉപ്പേരിയും മീൻകറിയാണ്. അപ്പോൾ ഓഗിയൊക്കെ കണ്ടുകൊണ്ട് അവർ രണ്ടുപേരും കഴിക്കുകയാണ്. അപ്പോൾ തനുവിനെ കുളിപ്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ അവൾക്ക് ചോറ് കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. കാരണം ഇവർ രണ്ടുപേരും വീണ്ടും കളിക്കും മുറ്റത്ത്. വെയിൽ പോയിട്ടുണ്ടെങ്കിൽ മുറ്റത്തൊക്കെ ഇറങ്ങി കളിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകുന്നേരം എന്തായാലും മേല് കഴുകുക അല്ലെങ്കിൽ കുളിപ്പിക്കുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ തനുമോൾ എന്തായാലും കുളിപ്പിച്ചിട്ട് ഇനി ചോറ് കൊടുത്തിട്ട് ഉറക്കണം. അപ്പം തനുമോൾ കുളിക്കാൻ പോകാമെന്ന് വെച്ചപ്പം കൈ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് വരികയാണ് കേട്ടോ. ഇതെന്താ കയ്യില്? കോഴിയോ? 2 കോഴിയാ? എൻ്റെ മുടി കാണിക്ക്. എത്ര ക്ലിപ്പുണ്ട് തലയില്? ആ, എത്ര ഉണ്ട്? 2ഓ? 4 ഉണ്ടല്ലോ. 4 ഉണ്ടോ? ആരെ കുത്തി തന്നെ? മിന്നോ? മാമൊന്നുണ്ടേ?
അങ്ങനെ ഇതാ തനുമോൾ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓളെ കുളിപ്പിച്ച് അവൾക്കുള്ള ചോറും കൊടുത്ത് അപ്പോഴേക്കും നമ്മുടെ ഇസും ഞാനും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ തനുമോൾ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല സൗണ്ട് ഉണ്ട്, ഇപ്പം തന്നെ എണീക്കാനുള്ള ചാൻസ് ഉണ്ട്. അവർ മറ്റ് രണ്ടാളും നല്ല കളിയാണ് കേട്ടോ. അപ്പോൾ അവൾ ഇതാ അവളെ ഡോളിനെയൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉറങ്ങുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരോടും ബൈ.